നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തലസ്ഥാനത്ത് കൂട്ടക്കൊല, ഉച്ചവരെ കൊന്നുതള്ളി 23 വയസ്സുകാരൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. നാഗർകുർണൂൽ ടണൽ ദുരന്തം, രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചേക്കും. ദില്ലി നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ, അതിശയടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തു. യുക്രൈൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്ക്, പ്രത്യാശ പ്രകടിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. വെഞ്ഞാറമൂട്ടിലെ അരുംകൊലയിൽ ഞെട്ടി കേരളം. കൊല്ലപ്പെട്ട സൽമ ബീവി, അഫ്സാൻ, ലത്തീഫ്, ഷാഹിദ, ഫർസാന എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും. ചികിത്സയിലുള്ള ഉമ്മ ഷിമിയുടെ നില അതീവ ഗുരുതരമാണ്. പ്രതി അഫ്സാന്റെ മൊഴി ഇന്നലെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. കൊലപാതകം നടന്ന വീടുകൾ 3 പോലീസ് സ്റ്റേഷൻ പരിധിയിലായിട്ടാണ്. മുത്തശ്ശിയെ കൊന്ന ശേഷം 16 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് വല്യച്ഛന്റെ വീട്ടിലെത്തി പ്രതി 2 പേരെ കൊന്നത്. അവിടെ നിന്ന് 8 കിലോമീറ്റർ സഞ്ചരിച്ച് സ്വന്തം വീട്ടിലെത്തി. ഇവിടെ എത്തിയാണ് 14 വയസ്സുകാരനായ ഇളയ സഹോദരനെയും കാമുകിയെയും കൊന്നത്. കുഴിമന്തി വാങ്ങിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ സഹോദരനെ അഫാൻ കൂട്ടിക്കൊണ്ടുവന്നത്. പെൺസുഹൃത്തായ ഫർസാനയെ അഫാൻ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. വീട്ടിൽ വെച്ച് പ്രതി അഫാന്റെ ഉമ്മ ഷെമിയെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. കൊലപാതകങ്ങൾ ആസൂത്രിതമാണെന്ന് പോലീസ് പറഞ്ഞു. അഫാന്റെ സഹോദരനും 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അഫ്സാന്റെ ഉപ്പയുടെ സഹോദരൻ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദ, മുത്തശ്ശി സൽമ ബീവി, കാമുകി ഫർസാന എന്നിവരെയാണ് അഫാൻ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ച പ്രതി എലിവിഷം കഴിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യം തൃപ്തികരമെന്നാണ് പോലീസ് അറിയിച്ചത്. അഫാൻ കൊലപാതക ശേഷം വിവരം സുഹൃത്തായ ആലം എന്ന യുവാവിനോട് പറഞ്ഞിരുന്നു. രാവിലെ മുതൽ പലയിടത്തായി സഞ്ചരിച്ച് കൊലപാതകങ്ങൾ നടപ്പിലാക്കിയ ശേഷം വൈകിട്ട് 6:30യോടെയാണ് ആലത്തിന്റെ അടുത്ത് അഫാൻ എത്തിയത്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഫെബ്രുവരി 27-ന് പുറപ്പെടുവിക്കും. അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്ന പ്രതിഭാഗം. അറസ്റ്റ് വിവരം രേഖാമൂലം അറിയിച്ചില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. എതിർത്ത് പ്രോസിക്യൂഷൻ. നടപടിക്രമങ്ങളിലെ വീഴ്ച ജാമ്യം നൽകാൻ കാരണമല്ലെന്ന് പ്രോസിക്യൂഷൻ വാദം. ജനുവരി 28-നാണ് ചെന്താമര പിടിയിലായത്. 29-ന് പ്രതിയെ റിമാൻഡ് ചെയ്തിരുന്നു. ജനുവരി 27-ന് രാവിലെയായിരുന്നു നെന്മാറ പോത്തുണ്ടിയിൽ നാടിന് നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ മീനാക്ഷി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അക്രമി ചെന്താമര വീടിന് മുന്നിലിട്ടാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. സുധാകരനെ ആക്രമിക്കുന്ന ശബ്ദം കേട്ട് ഓടിവന്ന ലക്ഷ്മിയെയും വെട്ടുകയായിരുന്നു. സുധാകരൻ സംഭവ സ്ഥലത്തും ലക്ഷ്മി സ്വകാര്യ ആശുപത്രിയിലുമാണ് മരിച്ചത്. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്ത് കൊന്നിരുന്നു. ചെന്താമരയുടെ ഭാര്യയും മക്കളും ഇയാളുമായി അകന്നു കഴിയുകയാണ്. അതിനു കാരണം സജിതയും സുധാകരനും ലക്ഷ്മിയുമാണെന്ന് ആരോപിച്ചായിരുന്നു സജിതയെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ചെന്താമര ജാമ്യത്തിലിറങ്ങിയിരുന്നു. നെന്മാറ പഞ്ചായത്തിൽ കടക്കരുതെന്ന ഉപാധിയിലായിരുന്നു ജാമ്യം. ഇത് ലംഘിച്ചാണ് പ്രതി നെന്മാറ പഞ്ചായത്തിലുള്ള സ്വന്തം വീട്ടിൽ താമസിച്ചത്. പോത്തുണ്ടിയിലെത്തി ആക്രമിക്കപ്പെട്ട കുടുംബത്തെ ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ സുധാകരനും മകൾ അഖിലയും പോലീസിൽ പരാതി നൽകി. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നും തമിഴ്നാട് തിരുപ്പൂരിൽ പോകുമെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു. തിരുപ്പൂരിൽ പോയ ചെന്താമര ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പായി സംഘർഷം. LDF, UDF പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇതേ തുടർന്ന് പോലീസ് ലാത്തി വീശി. LDF പ്രവർത്തകർ പ്രകടനവുമായി എത്തുകയായിരുന്നു. UDF പ്രവർത്തകരും സ്ഥലത്തുണ്ടായിരുന്നു. തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഇതിനിടെ മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ, കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയ് എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥലത്തെത്തി. ഇവരെ തടയുവാൻ LDF പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമാകുന്നത്. LDF ഭരിക്കുന്ന ചുങ്കത്തറയിൽ UDF ആണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. 2020-ലെ തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും 10 വീതം അംഗങ്ങളാണ് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെ UDFന് ഭരണം ലഭിച്ചിരുന്നു. എന്നാൽ അന്ന് LDFനൊപ്പമായിരുന്ന അൻവർ ഇടപെട്ട് ഒരു UDF അംഗത്തെ കൂറുമാറ്റി LDF ഭരണം പിടിക്കുകയായിരുന്നു. ഈ അംഗത്തെ അയോഗ്യനാക്കിയെങ്കിലും LDF ഭരണം തുടർന്നു. ഇതിനിടെയാണ് അവിശ്വാസ പ്രമേയവുമായി UDF എത്തുന്നത്. അൻവർ ഇടപെട്ട് ഒരു LDF അംഗത്തെ കൂറുമാറ്റിയെന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം.
തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി കൺവീനറുടെ ഭാര്യയും ചുങ്കത്തറ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ നുസൈബ കൂറുമാറുമെന്ന് LDF ആരോപിക്കുന്നു. പഞ്ചായത്ത് ഭരണത്തിലെ അഴിമതിക്കെതിരെയാണ് UDF അവിശ്വാസ പ്രമേയമെന്ന് PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുവാനാണ് LDFന്റെ വൈസ് പ്രസിഡന്റ് തീരുമാനിച്ചത്. അവർ വോട്ട് ചെയ്യുവാൻ വരുന്നത് തടയാനായുള്ള വലിയ ശ്രമം 2 ദിവസമായി നടക്കുകയാണ്. നേതാക്കന്മാരെ ആക്രമിക്കുവാനും സാധിച്ചാൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയുമാണ് ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചത്. യുദ്ധം അവസാനിക്കുമെന്നും യുക്രൈനിലെ ധാതുഖനനത്തിന് അമേരിക്കയ്ക്ക് അനുമതി നൽകുന്ന കരാറിൽ ഒപ്പുവയ്ക്കാൻ സെലൻസ്കി വൈകാതെ അമേരിക്കയിലെത്തുമെന്നും ട്രംപ് പറഞ്ഞു. സമാധാന ഉടമ്പടിക്ക് ശക്തമായ സുരക്ഷാ പിന്തുണ ഉണ്ടാകണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടു. യുദ്ധം ആരംഭിച്ച് 3 വർഷം പൂർത്തിയാകുമ്പോഴാണ് ഇരുവരും ചർച്ച നടത്തിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്തില്ലെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. മാക്രോൺ എന്റെ നല്ല സുഹൃത്താണ്. കിയർ സ്റ്റാമർ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്തില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. യുക്രൈൻ പ്രസിഡന്റും ട്രംപും തമ്മിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച തീരുമാനിച്ചത്. നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകാനുള്ള അമേരിക്കയുടെ ഏകപക്ഷീയ നീക്കത്തിൽ പ്രതിഷേധം പരസ്യമാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു. അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കത്തെ വിമർശിച്ച യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കൾ വിഷയം ചർച്ച ചെയ്യാൻ പാരീസിൽ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുടെ അടിയന്തര യോഗം ചേരാനടക്കം തീരുമാനിച്ചിരുന്നു. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇംഗ്ലണ്ട്, പോളണ്ട് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ഏകപക്ഷീയ നീക്കത്തിൽ കടുത്ത പ്രതിഷേധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് യൂറോപ്യൻ നേതാക്കൾ ചർച്ചയ്ക്കായി വൈറ്റ് ഹൌസിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ അപമാനിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. സമരത്തിന് പിന്നിൽ പാട്ടപ്പിരിവുകാരെന്നാണ് ആക്ഷേപം. അധിക്ഷേപിച്ച് പിന്മാറ്റാമെന്ന് നോക്കേണ്ടെന്ന് സമരക്കാരുടെ മറുപടി. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം 15ാം ദിവസത്തിലേക്ക് കടന്നു. ചെങ്ങറ, പെമ്പിളൈ, ഒരുമൈ ഉൾപ്പെടെയുള്ള ജനകീയ സമരങ്ങളെ അധിക്ഷേപിച്ച ചരിത്രം CPM ആശാ വർക്കർമാരുടെ സമരത്തിലും ആവർത്തിക്കുന്നു. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്നിൽ അരാജക സംഘടനകളാണെന്നും ഇവരുടെ കെണിയിൽ അകപ്പെട്ടവരാണ് സമരം നടത്തുന്നതെന്നും കരീം പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിച്ചു. NHM ഫണ്ടിലേക്ക് കേന്ദ്രം നൽകേണ്ട 468 കോടി നൽകിയിട്ടില്ലെന്നും ലേഖനത്തിൽ എളമരം കരീം പറഞ്ഞു. അതേസമയം ആശാ വർക്കർമാരെ അധിക്ഷേപിക്കുന്നവർക്കൊപ്പമല്ല താനെന്ന് CPI നേതാവ് ആനി രാജ് പറഞ്ഞു. സമരത്തെ പിന്തുണച്ച് വനിതാ കമ്മീഷനും രംഗത്തെത്തി. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടിയാലോചിച്ച് സമരത്തിൽ പ്രശ്നപരിഹാരം കാണണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. അത് വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് തൊഴിലായിട്ട് പോലും കണ്ടിട്ടില്ല. അവരെ സേവനമനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നിയുക്തമാവുകയാണ്. സേവനമനുഷ്ഠിക്കുന്നതിന് അവർക്ക് ഓണറേറിയമാണ് നൽകുന്നത്. വേതനം പോലും പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. അപ്പോൾ വർഷങ്ങളായിട്ട് നടപ്പിൽ വരുത്തുന്ന ഈ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണം. സമരം മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ആശാ വർക്കേഴ്സ് തീരുമാനിച്ചു. ഈ മാസം 27-ന് ആലപ്പുഴ, മലപ്പുറം എന്നീ ജില്ലകളിലും 28-ന് കോഴിക്കോടും സമരത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. സ്വയം അപഹാസ്യരാകരുതെന്ന് കരീമിനോടും CPMനോടും സമരക്കാർ പറഞ്ഞു. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് ഇന്നലെയും വേദിയിലെത്തിയത്. എന്നാൽ ആശാ വർക്കർമാരുടെ സമരത്തെ പരിഗണിക്കേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. രാജ്യത്ത് തന്നെ ഏറ്റവുമധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ആദ്യത്തെ സമരവും ഈ സമരവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആദ്യത്തെ സമരമല്ല, കേരളത്തിലെ ആശാ വർക്കേഴ്സ് നിരന്തരമായ സമരം നടത്താറുണ്ട്. ഒരു തവണയും 2 തവണയൊന്നുമല്ല. അപ്പം കഴിഞ്ഞ ആഴ്ച NHM ഡയറക്ടർ ഓഫീസിന് മുമ്പിൽ നടന്ന സമരം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. 48 മണിക്കൂറായിരുന്നു അവരുടെ സമരം. അതിലവർ പറഞ്ഞത് ഈ ശൈലി ആപ്പ് എന്ന് പറയുന്ന പുതിയ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികൾ
ആ ജോലികളുടെ ഒരു ഭാരം കുറയ്ക്കണമെന്നതായിരുന്നു. അവർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അത് മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. മാറ്റം വരുത്താമെന്ന് NHM ഡയറക്ടർ സമ്മതിച്ചു. പ്രശ്നം അവസാനിച്ചു. ഒരിക്കലും പരിഹസിക്കുകയല്ല. നിങ്ങൾക്കുള്ള ഈ വികാരം 48 മണിക്കൂർ ആശാ വർക്കേഴ്സ് NHM ഡയറക്ടർ മുമ്പിൽ സമരം ചെയ്യുമ്പോൾ എവിടെ പോയിരുന്നു? അംഗനവാടി ജീവനക്കാരോട് എത്ര സമരം നടത്തിയിട്ടുണ്ട്? കയർ തൊഴിലാളികൾ സമരം നടത്തുന്നുണ്ട്. അന്നൊന്നും കാണാത്തൊരാവേശം നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ ഈ ആവേശമാണ് ആ സമരത്തിന്റെ ദൂഷ്യവശം. ഒരു തൊഴിലാളി സമരത്തെ നിങ്ങൾ ആരും പിന്തുണയ്ക്കാറില്ല. നിങ്ങളിവിടെ തൊഴിലാളികൾ സമരം ചെയ്ത് കമ്പനി പൂട്ടിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവരാ. ഇവിടെ ഈ ഇൻവെസ്റ്റ്മെന്റ് കോൺഫറൻസ് നടക്കുമ്പോൾ മനോരമയിലെ പ്രധാന വാർത്ത എന്തായിരുന്നു അറിയും? ഏതോ ചുമട്ടുതൊഴിലാളികൾ അവിടെ വണ്ടൂരിൽ സമരം നടത്തി ഒരു കട അടച്ചു പൂട്ടിപ്പോയി എന്നായിരുന്നു. തൊഴിലാളികൾ അപമാനിക്കലാണ്. മാവൂരിൽ എന്താ പറ്റി? അതുകൊണ്ട് എന്താ പറ്റി? എന്താ നിങ്ങൾ പറ, നിങ്ങളെന്താ മനസ്സിലാക്കി? പൂട്ടിപ്പോയത് അതുപോലെ എന്തെല്ലാം പൂട്ടി? ട്രാവൻകൂർ റേവൺസ് പൂട്ടി. എന്തിനാ മാവൂർ പോകുന്ന എത്ര ദൂരെ? ചെറിയ ബസ് ചാർജ് കൊടുത്താൽ പെരുമ്പാവൂരെത്താലോ. എന്താ നിങ്ങൾ കാണാത്തത്? നോ, INTUC ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയനാണ്. അവര് തൊഴിലാളി പ്രശ്നങ്ങളെ ആസ്പദമാക്കി സമരം ചെയ്യാറുണ്ട്. ഈ സമരത്തിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ദേശീയ ട്രേഡ് യൂണിയൻ ഉണ്ടോ? നിങ്ങളൊന്ന് നോക്കൂ. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ ഉണ്ട്. STU ഇല്ല, ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയില്ല. പിന്നെ നിങ്ങൾ ഈ കെട്ടുകഥ ഓരോന്ന് കേട്ടിട്ട് ഇങ്ങനെ പറയുന്നത് ന്യായമല്ല. ഈ കൂട്ടത്തിൽ മാവൂരിന് എന്താ ബന്ധമുണ്ട്? പിന്നെ ഇതൊരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടല്ലോ. ഒരിക്കലുമല്ല. നിങ്ങൾ എത്ര ഊർജം പകരാൻ തീരുമാനിച്ചാലും അതിനൊരു ഊർജവും കിട്ടില്ല. കാരണം അത് വളരെ തെറ്റായ സാഹചര്യത്തിൽ തെറ്റായ മുദ്രാവാക്യമാണ്. അവർ രാജ്ഭവന്റെ മുമ്പിലാണെങ്കിൽ ഞങ്ങളെല്ലാം പിന്തുണക്കുമായിരുന്നു. തീർച്ചയായിട്ടും രാജ്ഭവന്റെ മുമ്പിലാണെങ്കിൽ ആ സമരത്തെ ഞങ്ങൾ പിന്തുണക്കുമായിരുന്നു. ആത്മാർത്ഥതയുണ്ടെന്ന് പറയാൻ. മതവിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ റിമാൻഡിലായതിന് പിന്നാലെ PC ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ECG വേരിയേഷനെ തുടർന്നാണ് PC ജോർജിനെ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ICUവിൽ പ്രവേശിപ്പിച്ചത്. 48 മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം PC ജോർജിനെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും. അതേസമയം അടുത്ത ദിവസം അദ്ദേഹം വീണ്ടും ജാമ്യാപേക്ഷ നൽകും. മതവിദ്വേഷ പരാമർശ കേസിൽ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ PC ജോർജിനെ ഇന്നലെ വൈകിട്ട് 6 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട ശേഷമാണ് പാലാ സബ് ജയിലിലേക്ക് അയച്ചത്. മുൻപ് നടത്തിയ വിദ്വേഷ പരാമർശങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് PC ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. പാലാ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് വൈദ്യപരിശോധനയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ECGയിൽ വേരിയേഷൻ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ PC ജോർജ് പോലീസിൽ കീഴടങ്ങുമെന്ന സൂചനകളുണ്ടായിരുന്നു. ഇതുപ്രകാരം പോലീസ് സ്റ്റേഷൻ പരിസരത്തും PC ജോർജിന്റെ വീട്ടുപരിസരത്തും പോലീസും BJP പ്രവർത്തകരും നിറഞ്ഞിരുന്നു. അതിനിടയിൽ രാവിലെ 10:50 PC ജോർജ് കോടതിയിൽ കീഴടങ്ങിയത്. PC ജോർജിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. എന്നാൽ കോടതി മുൻകാല വിദ്വേഷ പരാമർശങ്ങൾ കൂടി കണക്കിലെടുത്ത് ജാമ്യം നൽകാനാവില്ലെന്ന് തീരുമാനിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെയാണ് PC ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുള്ള കോടതി ഉത്തരവ് വന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുന്നോടിയായി ഇരു രാജ്യങ്ങളും യുദ്ധ തടവുകാരെ കൈമാറണമെന്ന് നിർദ്ദേശിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. എല്ലാ യുക്രൈൻ തടവുകാരെയും റഷ്യ മോചിപ്പിക്കണമെന്നും റഷ്യൻ തടവുകാരെ മോചിപ്പിക്കാൻ യുക്രൈൻ തയ്യാറാണെന്നും സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധത്തിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് കീവിലെ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. യുക്രൈൻ തടവുകാരെ റഷ്യ മോചിപ്പിക്കണമെന്നും റഷ്യൻ തടവുകാരെ മോചിപ്പിക്കുവാൻ യുക്രൈൻ തയ്യാറാണെന്നും സെലൻസ്കി വ്യക്തമാക്കി. അതേസമയം ഇതൊരു നല്ല തുടക്കത്തിനുള്ള ന്യായമായ മാർഗമാണെന്നും അദ്ദേഹം പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം യുക്രൈനിൽ സുസ്ഥിരമായ സമാധാനത്തിന്റെ തുടക്കമായിരിക്കുമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. ചർച്ചകൾക്ക് തയ്യാറാണെന്നും സമാധാനപരമായ പരിഹാരം അനുയോജ്യമായാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂവെന്നും റഷ്യ പ്രതികരിച്ചു. യുഎസുമായി ചേർന്ന് സംഘർഷം പരിഹരിക്കുവാൻ ശ്രമിക്കുമ്പോൾ യുദ്ധം തുടരാനാണ് യൂറോപ്പ് ശ്രമിക്കുന്നതെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞു. കഴിഞ്ഞയാഴ്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി
ലാവ്റോവ് സമാധാന ചർച്ച നടത്തിയിരുന്നു. റഷ്യയുമായുള്ള ഭാവി ചർച്ചകൾക്ക് ഒരു പ്രതിനിധിയെ നിയമിക്കണമെന്ന് ലാവ്റോവ് യുഎസിനോട് ആവശ്യപ്പെട്ടു. അതിനിടെ റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ പേരിൽ സെലൻസ്കി വിമർശിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സെലൻസ്കി തിരഞ്ഞെടുപ്പ് നടത്താതെ യുക്രൈനിൽ ഭരണം തുടരുകയാണെന്നും ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കി മിടുക്ക് കാണിച്ചതെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും എന്നാൽ തനിക്ക് മാത്രമേ അത് സാധിക്കൂവെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണലിൽ അകപ്പെട്ട 8 പേരുടെ അതിജീവന സാധ്യത മങ്ങുന്നു. അപകടം നടന്ന് 70 മണിക്കൂർ പിന്നിട്ടിട്ടും ടണലിൽ അകപ്പെട്ടവരുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയവും സാധ്യമായിട്ടില്ല. തുരങ്കത്തിനുള്ളിലുള്ളവരെ കണ്ടെത്താൻ സ്നിഫർ നായ്ക്കൾ എത്തിച്ചെങ്കിലും വെള്ളത്തിന്റെ സാന്നിധ്യം കാരണം മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. മണ്ണിടിഞ്ഞ് വീണ്ടും ദുരന്തമുണ്ടാകാൻ സാധ്യതയെന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചേക്കും. കുടുങ്ങിക്കിടക്കുന്നവരുമായി ആശയവിനിമയം നടത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് നാഗർ കുർണൂൽ ജില്ലാ കളക്ടർ ബി സന്തോഷ് അറിയിച്ചു. അവസാന 40-50 മീറ്ററിലേക്ക് പോകുവാൻ കഴിയുന്നില്ലെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും മറ്റു ചില ആളുകളുടെയും ഉപദേശങ്ങൾ തേടുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കുടുങ്ങിക്കിടക്കുന്നവരുടെ 1/2 കിലോമീറ്റർ അടുത്തുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്താനായെങ്കിലും ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതിനാൽ മുന്നോട്ട് നീങ്ങാനായില്ല. 2023 ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തിയ റാറ്റ് മൈനേഴ്സ് സംഘത്തെയും എത്തിച്ചിട്ടുണ്ട്. പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെ ജീവനോടെ പുറത്തെത്തിക്കുവാനുള്ള സാധ്യത അതിവിദൂരമാണെന്ന് തെലങ്കാന മന്ത്രി ജുപ്പള്ളി കൃഷ്ണറാവു തുറന്നു പറഞ്ഞു. 2 എഞ്ചിനീയർമാർ, 2 മെഷീൻ ഓപ്പറേറ്റർമാർ, 4 തൊഴിലാളികൾ എന്നിവരാണ് തുരങ്കമുഖത്ത് നിന്ന് ഏകദേശം 14 കിലോമീറ്ററിനുള്ളിൽ കുടുങ്ങിയത്. ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ജാർഖണ്ഡ് സ്വദേശികളാണിവർ. 25 അടി കനത്തിൽ ചെളി നിറഞ്ഞ തുരങ്കത്തിൽ എത്തണമെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ 4 ദിവസമെങ്കിലും വേണം. 2 ദിവസത്തിലേറെയായി കുടുങ്ങിക്കിടക്കുന്നവരുമായി ആശയവിനിമയം നടത്തുവാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. സൈന്യം, ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവയ്ക്കൊപ്പം വിവിധ ഏജൻസികളും രക്ഷാപ്രവർത്തനത്തിലുണ്ട്. 2 മന്ത്രിമാരും മേൽനോട്ടം വഹിക്കുന്നു. ദില്ലി നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. ലഫ്റ്റനന്റ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനിടെ ബഹളം വെച്ചതിനെ പ്രതിപക്ഷ നേതാവ് അതിഷി ഉൾപ്പെടെ AAP MLA-മാരെ മാർഷൽമാരെ വിളിച്ച് സഭയിൽ നിന്ന് പുറത്താക്കി. മദ്യനയ അഴിമതിയടക്കം 14 CAG റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി രേഖ ഗുപ്ത സഭയുടെ മേശപ്പുറത്ത് വെച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് BR അംബേദ്കറിന്റെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങൾ BJP മാറ്റിയെന്നാരോപിച്ചാണ് AAP സഭയിൽ പ്രതിഷേധിച്ചത്. ലഫ്റ്റനന്റ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനിടയിലും അതിഷി, ഗോപാൽ റായ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബഹളം തുടർന്ന് മാർഷൽമാരെ വിളിച്ച് ഇവരെ സഭയിൽ നിന്ന് സ്പീക്കർ വിജേന്ദ്ര ഗുപ്ത പുറത്താക്കി. നയപ്രഖ്യാപന പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അതിഷി ഉൾപ്പെടെ 12 MLA-മാരെ സഭയിൽ നിന്ന് 1 ദിവസത്തേക്ക് സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. AAP സർക്കാരിന്റെ കാലത്തെ അഴിമതി അന്വേഷിക്കണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പ്രഖ്യാപിച്ചു. പുറത്താക്കിയ MLA-മാർ നിയമസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മോദിയാണോ അംബേദ്കറാണോ വലുതെന്ന് BJP മറുപടി പറയണമെന്ന് അതിഷി ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രിയുടെ കസാരയ്ക്ക് പിന്നിൽ രാഷ്ട്രപതി, ഗാന്ധിജി, പ്രധാനമന്ത്രി എന്നിവരുടെ ചിത്രം വെച്ച ശേഷം BR അംബേദ്കറുടെയും ഭഗത് സിംഗിന്റെയും ചിത്രങ്ങൾ ഇരുവശത്തേക്ക് ചുമരുകളിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്തതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. ഇതിനിടെ മദ്യനയം ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിന്റെ കാലത്ത് മറച്ചുവെച്ച 15 CAG റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി രേഖ ഗുപ്ത സഭയുടെ മേശപ്പുറത്ത് വെച്ചു. 2000 കോടി രൂപയുടെ നഷ്ടം മദ്യനയം വഴി ഖജനാവിനുണ്ടായി എന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. 1984-ലെ സിഖ് വിരുദ്ധ കലാപത്തിനിടെ അച്ഛനും മകനും കൊല്ലപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിനെ ജീവപര്യന്തം ശിക്ഷ. ഡൽഹി വിചാരണ കോടതി സ്പെഷ്യൽ ജഡ്ജ് കാവേരി ബവേജയാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി ഫെബ്രുവരി 12-ന് കണ്ടെത്തിയിരുന്നു. നിലവിൽ തിഹാർ ജയിലിലാണ് സജ്ജൻ കുമാർ. വിവിധ മതവിഭാഗങ്ങൾക്കിടയിലുള്ള വിശ്വാസത്തെയും കെട്ടുറപ്പിനെയും ഇത്തരം സംഭവങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് സജ്ജൻ കുമാറിന് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മനീഷ് റാവത്ത് കോടതിയെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ കോടതി ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. ഡൽഹിയിലെ സരസ്വതി വിഹാറിലാണ് 1984 നവംബർ 1-ന് ജസ്വീൻ സിംഗിനെയും മകൻ തരുൺദീപ് സിംഗിനെയും തീ കൊളുത്തി കൊലപ്പെടുത്തുകയും വീട് കൊള്ളയടിക്കുകയും ചെയ്തത്. അക്രമി സംഘത്തെ നയിച്ചത് സജ്ജൻ കുമാർ ആണെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു.
1991 സജ്ജൻ കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. 1994 തെളിവില്ലെന്ന പേരിൽ കുറ്റപത്രം തള്ളി. 2015 പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിച്ചു. 2016 പുനരന്വേഷണം വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ട SIT 2021 സജ്ജൻ കുമാറിനെ അറസ്റ്റ് ചെയ്തു. ഡൽഹി പാലം കോളനിയിൽ 5 പേർ കൊല്ലപ്പെട്ട കേസിലാണ് നേരത്തെ സജ്ജൻ കുമാറിന് ജീവപര്യന്തം തടവ് ലഭിച്ചത്. ഇതിനെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.